റിജക്ഷൻസ് അല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഫേസ്ബുക്കിലൂടെ ചാൻസ് ചോദിച്ച് വെളിപാട് പുസ്തകത്തിലൊരു ഡയലോഗ് അങ്ങനെ ഇങ്ങനെയൊക്കെ തുടങ്ങി. നായകൻ കഴിഞ്ഞപ്പോൾ പടം അനൗൺസ് ചെയ്യുന്നു, റിജക്റ്റ് ആകുന്നു. വീണ്ടും വേറൊരു പടം അനൗൺസ് ചെയ്യുന്നു, റിജക്ട് ചെയ്യുന്നു, വേറൊരു ആക്ടറിനെ വയ്ക്കുന്നു. അപ്പോൾ ഈ റിജക്ഷൻസ് ഒരു സമയത്ത് ട്രോമയായിരുന്നു എനിക്ക്. ഓഫ് കോഴ്സ് ഒരു എല്ലാ ആക്ടറും ബാത്റൂമിൽ കിടന്ന് നടത്തുന്ന ഒരു സ്പീച്ച് ഉണ്ട് അവാർഡ് കിട്ടുമ്പോൾ. എൻ്റെ കയ്യിൽ അതുണ്ട്, ഞാൻ പൊളിക്കും. അമ്മ കണ്ടു, അയ്യോ അമ്മ ഭയങ്കര ഹാപ്പി. അമ്മ കണ്ടപ്പം നല്ല തിയേറ്ററിൽ, വലിയ തിയേറ്റർ, കിടിലം തിരക്ക്. വിജയ് സാറിന് ക്ലാപ്പ് കിട്ടി, സത്യ സാറിന് കിട്ടി, എനിക്കും കിട്ടി. പ്രസ് മീറ്റിൽ ഞാൻ എന്റെ ആദ്യത്തെ പ്രസ് മീറ്റ് ആണ്. ജയസൂര്യ ചോക്ലേറ്റ് പറയുന്ന പരിപാടിയായി, ഇതൊക്കെ ആദ്യമായിട്ടാണ്. എന്റെ കയ്യിൽ അതുണ്ട്, ഞാൻ പൊളിക്കും. ഉഗ്ര സ്റ്റേജ്, ഇത്രയും ആൾക്കാരും ഹലോ ഹൈദരാബാദ് എന്ന് പറഞ്ഞപ്പോഴേ ആൾക്കാരുടെ കൈയടി കിട്ടിയപ്പം പിന്നെ ഇത് എന്റെ സ്റ്റേജാണ്. എനിക്ക് ഇതുപോലൊരു സ്റ്റേജ് കിട്ടൂല ബ്രോ, എനിക്ക് അങ്ങനെ ചുമ്മാ കിട്ടൂല. హలో హైదరాబాద్ ఒక పెద్ద క్రౌడ్ పెద్ద స్టేజ్ నా లైఫ్ లో ఫస్ట్ టైం ఇది. അപ്പം ആ സ്റ്റേജിൽ നിന്ന് എനിക്ക് പറയാൻ തോന്നിയ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. വിജയ് സേതുപതി സാറിന്റെ കൂടെ സംസാരിക്കാൻ പറ്റി. പുള്ളി എൻ്റെ അടുത്ത്, ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞ മറക്കരുത്, യു ആർ എ ഹീറോ, ഓക്കെ, ഫോക്കസ് ഓൺ ദാറ്റ്. പുള്ളി റേഞ്ച് മനുഷ്യനാണ് അത്.